ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു PDF റെസിപ്പിയാണ്. അപ്പം നമ്മുടെ പെരുന്നാളിന് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സ്പെഷ്യലായിരുന്നു PDF. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പം നമ്മളൊരു കുക്കർ എടുക്കുക, അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വലിയ പീസ് ബീഫ് ഇട്ടെടുക്കുക. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പിട്ട് ശരിക്കും തിരുമ്മി പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് കുക്കർ അടിച്ച് 4-5 വിസിൽ അടുപ്പിക്കുക. വേവ് ഒത്തിരി കൂടി പോകരുത്. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി വയ്ക്കുക. സെപ്പറേറ്റ് ആയിട്ട് ഉണക്കമുളക് പൊടിച്ചു വയ്ക്കുക. ഇതിന് ശേഷം വേവിച്ച് വെച്ച ബീഫ് ഒരു പാത്രത്തിലേക്കിട്ട് ഈ ഒരു മോഡലിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ബീഫിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഉണക്കമുളകും ഇട്ട് ശരിക്കും മിക്സ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു ബൗളിലേക്ക് കോൺഫ്ലവറും ഒരു മുട്ടയും ഇട്ട് ശരിക്കും ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ ബീറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മുട്ടയും കോൺഫ്ലവറും നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി ശരിക്കും മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി ഫ്രീസറിലാണെങ്കിൽ ഒരു 10 മിനിറ്റ്, ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ വയ്ക്കുക. അത് കഴിഞ്ഞ് തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. PDF പൊരിച്ചു കോരുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കരിവേപ്പിലയും പച്ചമുളക് കീറിയതും ഇതിനോടൊപ്പം തന്നെ പൊരിച്ചെടുക്കാം. BDFന് കുറച്ചുകൂടി ടേസ്റ്റ് വരുത്തുന്നതിനായി പപ്പടം ചെറുതായി കീറി BDF പൊരിച്ച എണ്ണയിൽ തന്നെ പൊരിച്ചു കോരി ഇതിലേക്കിടാം. അതുപോലെ തന്നെ കുറച്ചുകൂടി ടേസ്റ്റ് വരുത്തുന്നതിനായി സവാളയും ചെറുനാരങ്ങയും ഇതിൽ ഉൾപ്പെടുത്താം. ചെറുനാരങ്ങ കഴിക്കുന്നതിന് മുമ്പായി ഇതിൽ പിഴിഞ്ഞ് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഉപ്പച്ചിയുടെ റെസിപ്പിയാണ്. ഉപ്പച്ചിയാണ് ഞങ്ങൾക്ക് പെരുന്നാളിന് ഈ റെസിപ്പി ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നത്. അടിപൊളിയായിരുന്നു. എനിക്കും അതുപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരുപോലെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്കും വളരെയധികം ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.